T20 ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 7 മണിക്ക് മുംബൈ വാങ്കഡേഷ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സൂപ്പർ 8ലെ നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടാനിറങ്ങുന്നത്. നേരെ പോകാം വാങ്കഡേഷ് സ്റ്റേഡിയത്തിലേക്ക്. വിവരങ്ങൾക്കായി മുഹമ്മദ് നൌഫൽ തത്സമയ വിവരങ്ങൾ നൽകും. നൌഫൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വാങ്കഡേഷ് സ്റ്റേഡിയത്തിൽ ഇന്നിപ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം നടക്കുമ്പോൾ ഫൈനലിലേക്ക് ആരെത്തും എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. സൂപ്പർ 8ലെ മിന്നുന്ന ജയം അത് ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കും നൽകുന്നുണ്ട്. എത്രത്തോളം കടുപ്പമേറിയതായിരിക്കും മത്സരം? അതിനപ്പുറത്തേക്ക് എത്രത്തോളം ആവേശകരമാണ് സാഹചര്യങ്ങൾ? ജെസ്സി, ഞാൻ നിൽക്കുന്നത് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. ഇവിടെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് T20 സെമി ഫൈനൽ മത്സരം തുടങ്ങാനിരിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാന സ്റ്റേഡിയമാണ്. 2011 MS ധോണി 48 ഓവർ കഴിഞ്ഞ് 2 ബോൾ കഴിഞ്ഞപ്പോൾ നുവാൻ കുലശേഖരയുടെ ബോൾ 6 അടിച്ച് ഇന്ത്യയെ വിജയിപ്പിച്ച ആ വിന്നിംഗ് ഷോട്ട് എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിലുണ്ട്. അതേ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ മറ്റൊരു സ്വപ്നവുമായി ഇന്ന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. സഞ്ജു സാംസൺ എന്നുള്ള പേര് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. സഞ്ജു സാംസൺ ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസൺ മാത്രം കളിച്ചാൽ പോരാ, എല്ലാവരുടെയും മികച്ച പ്രകടനം ഇന്ന് ഇന്ത്യയെ വിജയത്തിലെത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വലിയ സന്നാഹങ്ങളോടുകൂടി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി വാങ്കഡെയും പരിസരവുമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡാണ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച ഫൈനലിലെത്തിയിരിക്കുന്നത്. ഫൈനലിൽ ഇന്ത്യയും ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പാരമ്പര്യമുള്ള ഒരു സ്റ്റേഡിയമാണ്. ഇവിടെ വിനോദ് കാംബ്ലിയുടെ 224 റൺസ് നമുക്ക് ഓർമ്മയുണ്ട്. ഗവാസ്കറുടെ ഡബിൾ സെഞ്ചുറി നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ രവിശാസ്ത്രി 6 സിക്സുകൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഒരു ഓവറിൽ അടിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നും റണ്ണൊഴുകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മറുവശത്ത് ഇംഗ്ലണ്ടും ശക്തമായ ടീമാണ്. ഇംഗ്ലണ്ടിന് ഹാരി ബ്രൂക്കും അടക്കമുള്ള സാം കറൻ അടക്കമുള്ളവർ വലിയ പ്രകടനം കാഴ്ചവെച്ചാൽ അത് ഇന്ത്യക്ക് അല്പം വിയർപ്പൊഴുക്കേണ്ടി വരും. ഏതായാലും മികച്ച ഒരു മത്സരം തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കാണികൾ ആ പ്രതീക്ഷയിലാണ്. ഒപ്പം സഞ്ജു സാംസൺ ഇന്ന് എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് നേരത്തെ കേരളമാണ് ചോദിച്ചതെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ലോകമൊട്ടാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.